നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ ഇരുചക്ര വാഹന റാലി ജില്ലയിൽ പര്യടനം നടത്തി. കട്ടപ്പനയിൽ നടന്ന സ്വീകരണ സമ്മേളനം CPIM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി അനീഷ് രാജൻ രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലയിൽ സംഘടിപ്പിച്ച ജാഥകൾ സമാപിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ പിന്തുണയുമായി എത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ നോട്ടീസുകളും വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുധീഷ്, ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം B. അനൂപ് എന്നിവർ നയിച്ച ജാഥകൾ നെടുങ്കണ്ടത്ത് സംഗമിച്ചു. അനീഷ് രാജൻ രക്തസാക്ഷി ദിനത്തിൽ ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഇരുചക്ര വാഹന റാലിക്ക് കട്ടപ്പനയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. അനീഷ് രാജ് SFIയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വിദ്യാർത്ഥി നേതാവിനെ കോൺഗ്രസിന്റെ ഗുണ്ടകൾ നിഷ്ഠൂരമായി കശാപ്പ് ചെയ്തു. അങ്ങനെ ഈ ഇടുക്കി ജില്ലയിൽ എത്രയോ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആളുകളെയാണ് രാഷ്ട്രീയ എതിരാളികൾ നിഷ്ഠൂരമായി കശാപ്പ് ചെയ്ത അനുഭവം നമ്മളുടെ മുമ്പിലുണ്ട്. ഞാനേറെ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ലഹരി മാഫിയ നമ്മുടെ കേരളത്തിന്റെ ക്യാമ്പസുകളെയും അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഇടയിലുമെല്ലാം പിടിമുറുക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്താകമാനം ഈ ലഹരിയുടെ കടന്നുവരവ് അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ കേരളത്തെ ഈ ലഹരി മാഫിയയുടെ പിടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് പരിശോധിച്ചാൽ കേരളം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നൽകാൻ ആവശ്യമായ ലഹരി ഉൽപ്പന്നങ്ങൾ പരിശോധിക്കാനും തടയാനും വേണ്ടുന്ന സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ, സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി KN വിനീഷ് കുമാർ, CPIM ലോക്കൽ സെക്രട്ടറിമാരായ KC ബിജു, TGM രാജു, ഡിവൈഎഫ്ഐ നേതാക്കളായ ഫൈസൽ ജാഫർ, ജോബി എബ്രഹാം, നിയാസ് അബു, ബിബിൻ ബാബു എന്നിവർ പങ്കെടുത്തു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുധീഷ് സംസാരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.